എറർ മെസ്സേജുകളൊക്കെ നമുക്ക് കൺസോൾ ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് എററായിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യാനും അല്ലെങ്കിൽ വാർണിംഗ് ആയിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ കൺസോളിൽ വകുപ്പുണ്ട്. സോ ഫോർ എക്സാമ്പിൾ console.error എന്നൊരു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ console.error എന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് എററായിട്ട് തന്നെ കാണിക്കും. സി ഇറ്റ് ഷോസ് ആസ് എറർ. ഈ സിമ്പിൾ ഇവിടെ വരും. അതുപോലെ തന്നെ വാണിംഗ് കൊടുക്കാൻ പറ്റും. വാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിംഗ് സിമ്പിളോടുകൂടി വരും. ഇതൊക്കെ നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മൾ console.log ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഓഫ് വേരിയബിൾസിനെ നമ്മൾ ലോഗ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് അറേ ആയിട്ട് കാണാനും നമ്മൾ നോക്കിയായിരുന്നു. അതിനെ ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് വെച്ചിട്ട് നമുക്കൊരു ഡീറ്റെയിൽസ് കാണണം. അതായത് ഞാനിപ്പോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസാണ് അല്ലെങ്കിൽ കസ്റ്റമർ ഡീറ്റെയിൽസാണ്. അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനോട് കൂടി എനിക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ഡയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. console.dir അത് ഡയറക്ടറി പോലെ നമുക്ക് കാണിക്കും. എന്നിട്ട് ആ ഡയറക്ടറിക്ക് നമ്മളൊരു പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാണിക്കുന്നത് ഇതുപോലെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ കോൺടെക്സ്റ്റിനകത്ത് വെച്ച് നമുക്ക് കാണിക്കും. ഇത് ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് കരുതുന്നു. ഒരു കോഡ് ബ്ലോക്ക് എത്ര വട്ടം എക്സിക്യൂട്ടായി എന്നറിയാനായിട്ട് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് console.log കൊടുത്തിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ എങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. സോ അതല്ലാതെ തന്നെ വളരെ ജെന്യൂനായിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒരു കോഡ് ബ്ലോക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നൊരു വകുപ്പുണ്ട്. അതിന് വന്നിട്ട് console.count എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. സോ ഇതിന് യൂസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ലേബലാണ്, ഒരു സ്ട്രിങ് ലേബലാണ്. സോ ഈ ലേബൽ, അതായത് ഈ ഹോൾ എന്ന് പറയുന്ന ഈ ലേബൽ എത്ര വട്ടം ഹിറ്റായി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്പെൻഡ് ടൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ സോ യു ക്യാൻ സി ഞാനിവിടെ വന്നിട്ട് console.log ഇൻക്രിമെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പകരം console.count എന്ന് പറഞ്ഞിട്ട് ഈ ഹോൾ കൊടുത്തിരിക്കുകയാണ്. ഈ ഹോൾ എന്ന് പറയുന്നത് 1000 വട്ടം ഹിറ്റായിട്ടുണ്ട്. സോ ഇതിനെ ഒന്നും കൂടെ ബെറ്ററായിട്ട് കാണാനാണെങ്കിൽ ഇതിനകത്ത് ഈ കോഡ് ബ്ലോക്ക് എത്ര വട്ടം ഹിറ്റായി എന്നറിയാനായിട്ട് ഒന്നും കൂടെ നമുക്ക് ആ ഫംഗ്ഷൻ റൺ ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി ക്ലിയർ. സോ ഹോൾ നമ്പർ വന്നിട്ട് 1000 വട്ടം ഹിറ്റായപ്പോഴത്തേക്കും ഈവൻ നമ്പർ വന്നിട്ട് 500 വട്ടമേ ഹിറ്റായിട്ടുള്ളൂ. സോ അങ്ങനെ നമുക്ക് ഈ ഒരു കോഡ് ബ്ലോക്ക് എത്ര വട്ടം റൺ ആയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും.